ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ എല്ലാവരും പേരെടുക്കുന്നില്ല. പക്ഷേ CTMലെ ചെയർമാനും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഓണററി പ്രസിഡന്റും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭാരവാഹികളും എന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന സെക്രട്ടറി ജനറൽ, ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ബഹുമാന്യരെ, നമ്മളെ ഇടയിലിരിക്കുന്ന മഹാജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളുടെ പ്രസിഡന്റ് പ്രവീൺ പറഞ്ഞ പോലെ കുറച്ചായിട്ട് എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. ഈ തവണ വരാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമാണ്. ഇത്ര തമിഴ്നാട് താമസിക്കുന്ന മലയാളികളെ കാണാനും അതിൻ്റെ നേതൃത്വത്തിൽ അവരെ ഈ സ്ഥാപനത്തിനെ 30 വർഷമായിട്ട് ഇങ്ങനൊരു ഊർജസ്വലമായ വേദിയായിട്ട്, തമിഴ്നാട് മലയാളികളുടെ ഒരു വേദിയായിട്ട് അവരെ നയിച്ചു കൊണ്ടുവന്നതിന് എൻ്റെ എല്ലാവരും അഭിനന്ദനങ്ങളും കൺഗ്രാറ്റുലേഷൻസും പറയട്ടെ. നിങ്ങളെല്ലാവരും കാണുമ്പോൾ നിങ്ങളുടെ എണ്ണം, നിങ്ങളെ ഇവിടെ എല്ലാം ഇരുന്ന് കേൾക്കാനും നിങ്ങൾ കാണിക്കുന്ന ആ ക്ഷമയും ആ സന്തോഷവും ഞാനും പങ്കെടുക്കുന്നു. ഇത് വെറും ഒരു ഓണം ആഘോഷം മാത്രമല്ല. ഓണം നമ്മളെല്ലാവരും ഒരു ദിനത്തിൽ ആഘോഷം കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ശരിക്ക് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഒരു ബന്ധത്തിൻ്റെ ഒരു ആഘോഷമാണ്. നമ്മൾ എല്ലാ വിധത്തിലും രണ്ട് അയൽവാസികൾ ശരിക്ക് ഒരേ ഒരു നാട് പോലെ, ഒരു ഷെയർഡ് ജോഗ്രഫി, ഒരേ ചരിത്രം, ഒരേ ഇതിഹാസം, ഒരേ ഭാവി നമുക്ക് കുറേ നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു മാതൃകയാണ് ഇന്നത്തെ കൂട്ടായ്മ. അപ്പോൾ ആ ചരിത്രം, ആ ഭാഗ്യം, അതിനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത്. ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കില്ല, അതെനിക്കറിയാം. നമ്മുടെ ഗോപിനാഥ് മുതുക്കാടിന്റെ മാജിക്കും ശ്രീ ആര്യയുടെ മസിൽസും കുറെ പാട്ട് കച്ചേരിയും ഒക്കെ വരാൻ പോകുന്ന സ്ഥിതിയിൽ ദീർഘമായിട്ട് പ്രസംഗം കേൾക്കാൻ ആർക്കും ഒരു ക്ഷമയുണ്ടാവില്ല. പക്ഷേ എന്നെക്കുറിച്ച് ഇത്ര സ്നേഹവാക്ക് നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ ചെയർമാനും പറഞ്ഞ ശേഷം ഒരു ചെറിയൊരു മറുപടി കൊടുക്കണം. അവരുടെ ഇത്ര നല്ല എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകളെ കുറിച്ച് എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. രണ്ടാമത്, ഇതൊരു പുതിയ വിശ്വാസമല്ല. 2009 ഞാൻ ആദ്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകമായിരുന്നു. അത് കഴിഞ്ഞ് 4 തെരഞ്ഞെടുപ്പിന് ഈ ഒരേ വാചകത്തെ എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അത്? ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ ഞാൻ പറയട്ടെ, രാഷ്ട്രമേതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതാണ് എൻ്റെ വിശ്വാസം. അത് ഈ 17 വർഷം രാഷ്ട്രീയത്തിലും ആ വിശ്വാസം ഞാൻ മുമ്പോട്ട് വെച്ചിട്ടാണ് എൻ്റെ എല്ലാ പ്രവർത്തനവും ചെയ്തിരിക്കുന്നത്. എൻ്റെ എല്ലാ പ്രഭാഷണവും, എല്ലാ വിശ്വാസവും, എല്ലാ ആക്ഷൻസും ആ വിശ്വാസത്തിലാണ്. ഞാൻ എന്നെ ചിലവർ കുറ്റം പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷെ അതിനോട് ഞാൻ മറുപടി പറയുന്നത് നെഹ്റുവിൻ്റെ വാക്കിലാണ്. പണ്ഡിറ്റ് നെഹ്റുജി ഒരു പ്രധാനപ്പെട്ട ഒരു വരി പറഞ്ഞു ഇംഗ്ലീഷിൽ, ഹൂ ലിവ്സ് ഇഫ് ഇന്ത്യ ഡൈസ്? ഇന്ത്യ മരണപ്പെട്ടാൽ ആരാ ജീവിക്കാൻ പോണം? ആ ചോദ്യത്തിന് വേറെ ആർക്കും മറുപടിയില്ല. അപ്പൊ എല്ലാത്തിനും എപ്പോഴും നമ്മുടെ ഭാരതം മുന്നോട്ട് വയ്ക്കണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവര് നല്ല വാക്കിനെ ഒരിക്കലും കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി പറയും. ശരിക്കും നമ്മൾ തമിഴ്നാടും കേരളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരു വിധത്തിൽ വെസ്റ്റേൺ ഘാട്സിന് ഒരു ഡിവൈഡിങ് ലൈൻ കൊണ്ട് കാണാം, ഒരു വേര് തീരുമാനം കാണാം. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അത് സെപ്പറേഷൻ അല്ല. ആ വെസ്റ്റേൺ ഘാട്സ് പല വിധത്തിലും ഒരു പാലമായിരുന്നു നമ്മൾ 2 സംസ്ഥാനങ്ങളുടെ ഇടയിൽ. നമ്മൾക്കറിയാം, പാലക്കാട് ഗ്യാപ്പുണ്ട്. ഞാനൊരു പാലക്കാടുകാരാണ്. അച്ഛനും അമ്മയും രണ്ടാളും പാലക്കാട് ജനിച്ചവരാണ്. പിന്നെ അരവൽബായും വഴി പാസുണ്ട്. അതിൻ്റെ ഒപ്പം തേങ്കാശിയും ഇടുക്കിയും ഒക്കെ കുറേ നൂറ്റാണ്ടുകളായിട്ട്, 2000 വർഷങ്ങളായിട്ട് നമ്മുടെ നാടുകളെ ഒന്നാക്കിയിട്ടുണ്ട്. അതില് വ്യാപാരികളും തീർത്ഥാടകരും വിദ്വാൻമാരും കവികളും കൽപ്പണിക്കാരും അതിൻ്റെ ഒപ്പം ഈ നമ്മുടെ കൈത്തറ ചെയ്യുന്നവരും ഭരണാധികാരികളും പട്ടാളക്കാരും എല്ലാവരും ഈ 2 വഴിക്കും പോയിക്കൊണ്ടിരുന്നിട്ടുണ്ട് 12,000 വർഷങ്ങളായി. അവർ കച്ചവടം മാത്രം ചെയ്യുന്നില്ല, പക്ഷെ അതിനൊപ്പം ഓരോരു ചിന്ത, ഓരോരു ആലോചന, ഓരോരു ഭാഷകൾ, ഓരോരു രീതികൾ, ഓരോരു പരമ്പര, ഓരോരു ആത്മീയ പരമ്പരയും കൂടി അത്
ഈ രണ്ട് സംസ്ഥാനത്തിനിടയിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് these mountain passes were not borders of separation. They were doorways of friendship. സൗഹാർദ്ദത്തിന്റെ കാവലുകളായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ തമിഴ്നാടിനും കേരളത്തിനും വേറെയായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. ഓരോരോ കാലത്തിൽ ചേര ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ചോള ഭരിക്കുമ്പോൾ, പാണ്ഡ്യ ഭരിക്കുമ്പോൾ എന്തൊക്കെ ബന്ധങ്ങളുണ്ടായിരുന്നു. ചേര രാജകുടുംബം ഇപ്പോഴത്തെ കേരളത്തിൽ മാത്രമല്ല, പടിഞ്ഞാറ് തമിഴ്നാടിനെയും ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചോളാസ് പലതവണ ചേരമാരെ ആക്രമണിച്ചു, അതിനൊപ്പം ചേരത്തവണ സ്നേഹം ചെയ്തു. എന്നിട്ട് കോൺഫ്ലിക്റ്റും കൾച്ചറൽ ബ്ലെൻഡിങ്ങും രണ്ടും ഒരുമിച്ച് പോയതാണ്. രാജവംശം ഞാൻ ഇപ്പോൾ പ്രതിനിധിയായി വരുന്ന തിരുവനന്തപുരത്തിന്റെ ആ ഭാഗത്തൊക്കെ ഭരിച്ചവരായിരുന്നു. അവര് കേരളവും തമിഴ്നാടും എന്താ വ്യത്യാസങ്ങളുണ്ട്? എല്ലാം ഒന്നായിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മദ്രാസ് പ്രസിഡൻസിയിൽ മലബാറും കോയമ്പത്തൂരും മധുരയും തഞ്ചാവൂരും എല്ലാം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായിരുന്നു, ഒരു പ്രസിഡൻസിയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല, ഈ 1956 ഭരിച്ച വരി അത് ചരിത്രത്തിന്റെ ഒരു വരിയല്ല. ഇതൊക്കെ ഈ കാലത്തെ രാഷ്ട്രീയം മാത്രമാണ്. തിരുവനന്തപുരത്തിന്റെ രാജകുടുംബം എവിടെയാണ് ഭരിച്ചത്? നിങ്ങൾക്കറിയാമല്ലോ, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലത്തെ വിളവൻകോട്, കൽക്കുടം, കോവള, ആഗീത്തശ്വരം താലൂക്കൊക്കെ തിരുവനന്തപുരം കിങ്ഡമിന്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോ നമ്മള് തിരുവനന്തപുരത്ത് പത്മനാഭപുരം പാലസ് കാണാൻ പോകുമ്പോൾ, ആ കൊട്ടാരം കാണാൻ പോകുമ്പോൾ കേരളത്തിനെയും തമിഴ്നാടിനെയും ഒരേ ഒരു ബ്ലെൻഡ് കാണുമായിരുന്നു. പല ഭാഗത്ത് അതിപ്പോ തമിഴ്നാടിലാണ്, പക്ഷെ അത് കേരളത്തിന്റെ ഒരു ആർക്കിടെക്ചറൽ ജീനിയസും അതിൽ കാണും. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരു ഡീഫാൾട്ട് ചീഫ് ഗസ്റ്റ് ആയിരുന്നു. இப்போ பிரவீன் வந்து பிரசிடென்ட் ஆனதுக்கப்புறம் எல்லா வருஷம் இங்கே கூட்டிகிட்டு வந்துடுவார்னு நினைக்கிறேன். பட் அவர் சொன்னது ஒரு உண்மையான ஒரு விஷயம் என்னன்னா, he wanted to make a difference to CTMA. கண்டிப்பாக அவர் பண்ணியிருக்காருன்னு நினைக்கிறேன், நீங்கள் தான் சொல்லணும். ஸோ அந்த ஒரு எஃபர்ட் போட்டு சிடிஎம்ஐ வந்து பெரிய லெவலில் நான் ஏன் தமிழில் பேசுகிறேன்னா, இங்கே இருக்கிற மலையாளி யாராவது கரெக்டாக தமிழில் பேசுகிற மாதிரி இருக்கணும். ஸோ அதனால தான். ஸோ அண்ட் மை மலையாளம் இஸ் நாட் தட் குட், தட்ஸ் வை ஸோ ப்ளீஸ் பேர் வித் மீ. ஸோ அந்த ஒரு தாட் வந்து அது ஆக்சுவலாக நான் இருக்கும்போது அந்த டிசிஷனை எடுத்திருந்தாரு. ஏன்னா அவர் நிறைய வருஷமாக எனக்கு அவருக்கு தெரியும். நான் அவர்கிட்ட கேட்ட ஒரே ஒரு விஷயம் தான், ஏற்கனவே நிறைய பிரச்சனை இருக்கு, இந்த இதுலேயும் இது பண்ணுமான்னு கேட்டேன். பட் he was very passionate. He wanted to do a lot with the CTMA association. So I'm very happy and proud to come every year. எல்லா வருஷம் நான் வந்துடுறேன். ஏன்னா எனக்கு வந்து ஒரு பெரிய ரெக்கக்னேஷன். இப்போ வந்து மலையாளி சசி சதுர் சார் வந்து ஒரு பெரிய ஒரு ஐடென்டிட்டி, மலையாளினாலே வந்து ஒரு பெரிய ஐடென்டிட்டி. நம்ம வந்து ஒரு நேஷனல் லெவலில் ரெஸ்பெக்ட் பண்ண, இன்டர்நேஷ்னல் லெவலில் ரெஸ்பெக்ட் பண்ணக்கூடிய ஒரு ஆள் அவர் தான். ஸோ வெரி ஹாப்பி டு பி ஹியர் சார். வெரி ஹாப்பி டு ஹேவ் யூ ஹியர் சார். தேங்க்யூ ஸோ மச். ஏன்னா அவரை பார்த்தோன்னே நான் வந்து ஒரு விஷயம் சொன்னேன், சார் நீங்கள் பண்ண ஆடெல்லாம் செம்மையாக இருக்குது, அந்த கிரிக்கெட் ஃபுட்பால் ஆட்ஸ் எல்லாம் வந்து சூப்பராக இருக்குது, இட் வாஸ் வெரி இன்ட்ரெஸ்டிங் சொன்னேன். ஸோ ஏன்னா ஆனால் எனக்கு இன்னைக்கு தான் ஒரு விஷயம் புரிஞ்சது. ஏன்னா அவரை பார்த்தோன்னே அவர் பேசுகிற இங்கிலீஷே புரியாது, ரொம்ப கஷ்டமாக இருக்கும். ஆனால் இன்னைக்கு தான் எனக்கு தெரிஞ்சது, அவர் மலையாளத்தில் பேசினாலே இங்கிலீஷ் மாதிரி தான் இருக்குன்னு. ஸோ அப்போ தான் புரிஞ்சது, ஓகே அப்போ கண்டிப்பாக எங்களுக்கு வந்து அவரோட இங்கிலீஷ் புரியாதுன்னு. பட் வெரி ஸ்வீட் ஆஃப் ஹிம் டு கம் ஹியர் பிகாஸ் I know he's too busy, but he made an effort to come and make everybody proud. So happy, and kandipa அடுத்த வருஷம் நம்ம பார்க்கலாம். Thank you.